കരൺ ജോഹറിനെ നമിക്കണം. റോക്കി ഓർ റാണിക്ക് പ്രേംകാർ എന്ന സിനിമയ്ക്ക് കുറെ മിക്സഡ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു അത്യാവശ്യം നല്ല എന്റർടൈനർ ആയിരുന്നു. ആ സിനിമയുടെ ഹാർട്ട് വാസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. അതിന്റെ ക്യാരക്ടേഴ്സിനെയും വെരി വെൽ റിട്ടൺ ആയിരുന്നു. ഞാൻ ഇത്രയും ഈ സിനിമയെ പുകഴ്ത്താനുള്ള കാരണം ഈ ഒരു സിനിമയുടെ തന്നെ സെറോക്സ് ഫേക്ക് വേർഷൻ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആണ്. ദാറ്റ് ഇസ് ആപ് ജേസ കോയി. എനിക്ക് അത്യാവശ്യം എക്സ്പെക്ടേഷൻ ഉണ്ടായി ഈ സിനിമയിൽ ഒരു സ്വീറ്റ് റൊമാൻറ്റിക് ഡ്രാമ ആയിരിക്കും. പക്ഷെ എവിടെ, ഇത് റോക്കി ഓർ റാണിക്ക് പ്രേംകാഹിന്റെ തന്നെ ഒരു പക്ക സെറോക്സ് വേർഷൻ. ഫസ്റ്റ് ഹാഫ് സ്വീറ്റ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് അതിന്റെ ഉൾട്ട ടെറിബിൾ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിൽ ലവബിൾ ക്യാരക്ടറായ മാധവൻ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാത്ത ഒരു മെയിൽ ഷവനിസ്റ്റ് ഒരു ക്യാരക്ടറായി മാറും. സെക്കൻഡ് ഹാഫിൽ എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായുള്ളൂ, ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഒരിക്കലും ഒന്നിക്കരുത്, രണ്ട് ഒട്ടും കണക്ട് ആവണില്ല. പക്ഷെ നമുക്കറിയാലോ ഹൗ ബോളിവുഡ് റോം കോം വർക്ക്സ്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത്രയും വേഴ്സ്റ്റ് റൈറ്റിംഗ് ആണ് ഞാൻ ഈ സിനിമയിൽ കണ്ടത്. മാധവൻ, ഫാത്തിമ സന ഷേഖ്, പിന്നെ ഇവരുടെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സും ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രം കാര്യമില്ലല്ലോ, അവരുടെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ്സ് ആണെങ്കിലും ഓരോ സീൻസ് ആണെങ്കിലും ഒന്നിനും ഒരു ഒറിജിനാലിറ്റി ഇല്ല, ഒരു ഫ്രഷ്നെസ് ഇല്ല, ഒരു ലൈഫ് ഇല്ല. ഇതിലെ പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ല കമന്റബിൾ ആണ്, എസ്പെഷ്യലി ആദ്യത്തെ പാട്ടൊക്കെ. പക്ഷെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരുടെ ഇത്? ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഒരു സ്കോർ, ഒരു വ്യത്യാസവും ഇല്ല. അവസാനമൊക്കെ ഇപ്പൊ ഭയങ്കര ഇറിറ്റേഷൻ ആണ് വന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് പറയാം. പോസിറ്റീവിൽ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കുന്നത് ഇതിലെ വിഷ്വൽസ് ആണ്. വിഷ്വൽസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര പ്ലീസിങ് ആയിരുന്നു. കോൽക്കട്ടയുടെ ബ്യൂട്ടിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ വേറെ ലെവലായിരുന്നു, ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിരുന്നു. അതിന് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് സിനിമാറ്റോഗ്രാഫർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ധർമ്മ പ്രൊഡക്ഷൻസ് എന്ത് കണ്ടാണോ ഈ സിനിമ എടുത്തത്? ചിലപ്പോൾ സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കണ്ടിട്ടായിരിക്കാം. ഏതായാലും ആപ് ജേസ കോയി സിനിമ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആണ്. ഞാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. വാച്ച് ദിസ് മൂവി അറ്റ് യുവർ ഓൺ റിസ്ക്.